മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായം, അതിൽ 19 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നമുക്ക് കൈത്താക്കാലത്തെ 7-ാമത്തെ ഞായറാഴ്ചത്തെ വചന വിചിന്തനത്തിനായിട്ട് തിരുസഭ നൽകുക. സമ്പത്തിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചും സമ്പത്തിനോടുള്ള ആസക്തിയെക്കുറിച്ചും സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ട രീതികളെക്കുറിച്ചുമൊക്കെ വളരെ ഗൗരവത്തിലുള്ള ചില പരാമർശങ്ങളാണ് ഇന്ന് ഈശോ നമുക്ക് നൽകുക. നിന്റെ സമ്പാദ്യം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ പണപ്പെട്ടികളിൽ അല്ലാതെ ദൈവസന്നിധിയിൽ സ്വർഗരാജ്യത്തിൽ നിന്റെ നിക്ഷേപങ്ങൾ കരുതി വെക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വചനത്തിൻ്റെ തുടക്കത്തിൽ യേശു. സ്വർഗരാജ്യത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കുക. ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ പെട്ടുപോകാതെ ഇവിടെ നിന്ന് നമ്മളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന, അവിടെയും നമുക്കായി നിക്ഷേപത്തിൻ്റെ ഭണ്ഡാരങ്ങൾ ശേഖരിക്കുന്ന നല്ല ദൈവത്തിൻ്റെ ശോഭനമായ, സുന്ദരമായ, ചേതോഹരമായ ചിത്രം. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ലീഹായെക്കുറിച്ച് ഒരു ഐതിഹ്യ പരാമർശം ഇങ്ങനെയാണ്. ഗുണ്ടഫർ രാജാവ് എന്ന രാജാവാണ് തച്ചനായ തോമസിനെ ഭാരതഭൂവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നല്ല ഒരു ആശാരിപ്പണിക്കാരനെ ഭവന നിർമ്മാണത്തിൽ വിദഗ്ധനായ ഒരു ശില്പിയെ തേടിയിരുന്ന രാജാവ് പേർഷ്യൻ രാജ്യങ്ങളിൽ തേടി നടക്കുമ്പോഴാണ് അവിചാരിതമായി കർത്താവിൻ്റെ അരുമശിഷ്യനായ തോമാസ് ലീഹായെക്കുറിച്ച് അറിയുക. ഗുണ്ടഫർ രാജാവിനോടൊത്ത് തോമാസ് ലീഹ ഒരുപക്ഷെ AD 52 അദ്ദേഹത്തിൻ്റെ ഭാരതാഗമനം അങ്ങനെ ആകാമെന്ന് കരുതി വയ്ക്കുന്നവരുണ്ട്. അദ്ദേഹം ഗുണ്ടഫറിനോടൊത്ത് ഭാരതഭൂവിലെത്തുന്നു. രാജാവിന് വേണ്ടി ചേതോഹരമായ ഒരു കൊട്ടാരം പണിയുക എന്ന ദൗത്യം രാജാവ് തോമായെ ഏൽപ്പിക്കുന്നുണ്ട്. രാജാവ് കൂടെ അദ്ദേഹത്തിന് പണം കൊടുക്കും. അത് ഭവനത്തിൻ്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് തുകയാണ്. തോമാസ് ലീഹ പക്ഷേ ആ ലഭിച്ച തുക കൊണ്ട് സാധുസേവനം നടത്തുകയാണ്. പാവപ്പെട്ടവരെ സഹായിക്കാൻ, ഇല്ലാത്തവർക്ക് താങ്ങായി തീരാൻ, ആശ്വാസം കൊടുക്കാൻ തൻ്റെ പണം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ രാജാവ് തനിക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കൊട്ടാരം കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം തോമാസ് ലീഹായോട് കൂടെ കൊട്ടാരത്തിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ട്. ഒരു ഇഷ്ടിക പോലും എടുത്തു വെക്കാത്ത കൊട്ടാരത്തിൻ്റെ പണി രാജാവിനെ കാണിച്ചാൽ ഒരുപക്ഷെ തല തന്നെ നഷ്ടപ്പെടുമെന്നറിയാമായിരുന്ന തോമ ഇദ്ദേഹവുമായിട്ട് കൊട്ടാര സമുച്ചയത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ദൈവം യേശുക്രിസ്തുവിൻ്റെ വലിയ ഇടപെടലിലൂടെ തോമാസ് ലീഹായുടെ നിർമ്മാണത്തെ ഗുണ്ടഫർ രാജാവിന് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അത് സ്വർഗത്തിൽ ഗുണ്ടഫർ രാജാവിന് വേണ്ടി തീർത്ത ചേതോഹരമായ ഒരു മണിമാളികയായിരുന്നു. ഇത് കണ്ട് രാജാവ് സന്തുഷ്ടനാവുകയും തോമായെ കൂടുതൽ സമ്മാനങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും പിന്നീട് ഗുണ്ടഫർ രാജാവും കുടുംബവും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നാണ് കഥ.
പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കാൻ നമുക്ക് സാധിക്കുക. ഈ ലോകത്തിൻ്റെ നശ്വരതകളിൽ തളർന്നു വീഴുന്നവരാകാതിരിക്കാൻ, അവയ്ക്ക് വേണ്ടി കോപ്പുകൾ കൂട്ടുകയും ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്നവരായി തീരാതിരിക്കാൻ, നിത്യത ലക്ഷ്യം കാണാൻ, സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കണമെന്നതാണ് ഈശോ നമ്മളെ ഇന്ന് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുക. നിക്ഷേപങ്ങൾ സ്വർഗത്തിലാകുമ്പോൾ, ദൈവസന്നിധിയിലാകുമ്പോൾ, ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരതയ്ക്കപ്പുറത്ത് നമുക്ക് നിത്യം വാഴുന്ന തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുമ്പോൾ അത് വിലപിടിപ്പുള്ളതായി മാറുന്നു, നിത്യം നിലനിൽക്കുന്നതായിട്ട് മാറുന്നു. ഈ ഒരു നിയോഗത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. കണ്ണ് കുറ്റമറ്റതാണ് എങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്നും, കണ്ണ് ഇരുളടഞ്ഞതാണ് എങ്കിൽ ശരീരം മുഴുവൻ അന്ധകാരമാകുമെന്നും തുടർന്ന് ഈശോ പറഞ്ഞു വെക്കുമ്പോൾ, ധനത്തിൻ്റെ ആസക്തി കൊണ്ട്, അന്ധമായ കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളെയും നോക്കുന്നവന് ഇവിടം സ്വർഗമായി തോന്നും, നിത്യത വല്ലാണ്ട് ദൂരെയും. നിന്റെ അകക്കണ്ണുകൾ തുറന്ന് കാണുവാനും പ്രകാശിതമാക്കുവാനും നീ പരിശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ തിരിച്ചറിയാൻ തക്ക വിധം നിന്റെ അകക്കണ്ണുകൾ തുറന്നു തരും തമ്പുരാൻ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മനോഹരമായ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ആദിമ ക്രൈസ്തവർ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്താണെന്ന് അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമുണ്ടായിരുന്ന വസ്തുവകകളും ഭവനങ്ങളും കൃഷിയിടങ്ങളുമെല്ലാം അവർ വിറ്റിട്ട് കിട്ടിയ പണം കൊണ്ടുവന്ന് പത്രോസിൻ്റെയും കൂട്ടുകാരുടെയും പാദത്തിങ്കൽ സമർപ്പിക്കുകയാണ്. അവർക്കൊന്നും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല, എല്ലാം പൊതുവായിട്ട് അവർ കരുതി. ആവതുപോലെ ജോലി ചെയ്യുന്നു, മൃഷ്ടാന്നം ഭക്ഷിക്കുന്നു, ആവശ്യത്തിന് കൊടുത്ത് ആവശ്യത്തിന് വാങ്ങുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ ചിത്രം ഏറെ ഹൃദ്യമായി നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നാം സംവഹിച്ചിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം സ്വന്തമാക്കുമ്പോൾ നഷ്ടങ്ങളൊന്നും വലുതായി കരുതാത്ത സക്കേവൂസിൻ്റെ മനോഹരമായ ചിത്രം ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായം നമ്മുടെ മുമ്പിൽ വിവരിച്ച് കാണിക്കുന്നുണ്ടല്ലോ. എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക്, വഞ്ചിച്ചെടുത്തതെല്ലാം 1:16 തിരികെ. അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്ന സക്കേവൂസ് ഒരുപക്ഷെ ദരിദ്രനാരായണനായി മാറിയിട്ടുണ്ടാകും. കടത്തിണ്ണയിലേക്ക് വീട് മാറ്റം നടത്തേണ്ടി വന്നിട്ടുണ്ടാകും. പക്ഷേ സ്വർഗത്തിലെ നിക്ഷേപം വലുതാണെന്ന് അവൻ തിരിച്ചറിയുന്നു. വിലയേറിയ രത്നമൊളിഞ്ഞു കിടക്കുന്ന പറമ്പ് വാങ്ങുന്ന കർഷകനും നിധികുംഭം തേടുന്ന മനുഷ്യനുമൊക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായി ഈശോ ഇതിനു മുമ്പും അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൻ്റെ നിക്ഷേപങ്ങൾ അത് സുരക്ഷിതമെന്ന് കരുതി ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ, നിത്യതയിൽ നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി ഈശോ പറഞ്ഞു വെക്കുന്നത്, നിനക്ക് 2 യജമാനന്മാർ ഉണ്ടാവുക സാധ്യമല്ല. ഒരുവനെ ദ്വേഷിക്കണം, അവരനെ സ്നേഹിക്കണം. ഇതല്ലാതെ പോകാൻ വഴിയില്ല. രണ്ടുപേരെയും ഒരുമിച്ച് സ്നേഹിക്കാനാകില്ല. ധനത്തെയും ദൈവത്തെയും ഒരേ ത്രാസിൽ 2 മേഖലകളായി കാണാൻ നമുക്ക് സാധിക്കില്ല. ദൈവരാജ്യത്തോട് തുലനം ചെയ്യാൻ മറ്റൊന്നിനുമാവില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി, നാമൊക്കെ നമ്മുടെ സ്വത്തും പണവുമെല്ലാം ഉപേക്ഷിച്ച് ദരിദ്രനാരായണന്മാരായി മാറണമെന്നൊന്നുമല്ല. സമ്പത്തിനോടുള്ള ചില അമിതമായ ആസക്തികൾ, ഈ നാട്ടിലെ ഏറ്റവും വലിയ കൊട്ടാരം എൻ്റേതായിരിക്കണം, ഏറ്റവും പുതിയ കാറ് എൻ്റേതായിരിക്കണം,
ഏറ്റവും വലിയ സുഖസൗകര്യങ്ങൾ എൻ്റേത് മാത്രമായിരിക്കണം എന്നൊക്കെ കരുതുന്ന മനോഭാവങ്ങളിലേക്കാണ് തമ്പുരാൻ വിരൽ ചൂണ്ടുക. നമുക്ക് മാറി ചിന്തിക്കാൻ ഏറെയുണ്ട് എന്ന് ഈശോ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ മുറുകെ പിടിക്കാൻ, സമ്പത്തിൽ നിന്ന് പിടിവിടാൻ, കണ്ണുകൾ തെളിമയുള്ളതാകാൻ, സ്വർഗരാജ്യത്തിലെ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാൻ നമ്മെ ക്ഷണിക്കുന്ന തമ്പുരാൻ്റെ നന്മയുള്ള ഹൃദയകാരിയായ വചനങ്ങൾക്ക് നമുക്ക് ചെവി കൊടുക്കാം. നല്ല ദൈവമേ, സ്വർഗത്തിൽ നിന്റെ തിരുസന്നിധിയിൽ നിക്ഷേപങ്ങൾ കരുതി വെച്ച് നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ മകനും മകളുമായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ത്യവിനാഴികയിൽ അവൻ എന്നെ ചേർത്ത് പിടിക്കുന്നത് നീ ദാഹിക്കുന്നവന് ഭക്ഷണവും കുടിക്കാൻ വെള്ളവും, വിശക്കുന്നവന് ഭക്ഷണവും, ദരിദ്രന് ഒരു നേരത്തെ ഭക്ഷണവുമൊക്കെ കൊടുത്തതിൻ്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് നാം ഈ ലോകത്തിലെ വലുതെന്ന് കരുതുന്ന പലതുമല്ല സ്വർഗരാജ്യത്തിൻ്റെ നിർവചനങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നീക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.